നമ്മുടെയൊക്കെ ലൈഫില് ചില വ്യക്തികളുമായിട്ട് സംസാരിക്കുമ്പോൾ നമുക്ക് ആകെ ക്ഷീണവും അവശതയും മൊത്തത്തിലൊരു നെഗറ്റീവ് ഫീലിംഗും ഒക്കെ തോന്നാറില്ലേ? ഇങ്ങനെയുള്ള വ്യക്തികളെയാണ് എനർജി വാമ്പയേഴ്സ് എന്ന് പറയുന്നത്. നമ്മളിൽ നിന്ന് നമ്മളുടെ എനർജി ഊറ്റിയെടുക്കുന്നവരാണ് ഇക്കൂട്ടർ. എന്നാൽ ഇത്തരത്തിലുള്ള എനർജി വാമ്പയേഴ്സ് നമ്മുടെ ഫാമിലിയിൽ തന്നെ ഉണ്ടെങ്കിലോ? അങ്ങനെയുള്ള വ്യക്തികളെ തിരിച്ചറിയാൻ നമുക്ക് ഒരല്പം പ്രയാസം ഉണ്ടായിരിക്കും അല്ലേ? ഞാൻ സിമി റോബിൻ, കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ്, ഫാമിലി ആൻഡ് റിലേഷൻഷിപ്പ് കൗൺസിലർ ആൻഡ് പ്രൊഫഷണൽ ട്രെയിനർ. നമ്മുടെ എനർജി ഡ്രെയിൻ ചെയ്ത് കളയുന്ന വ്യക്തികൾ നമ്മുടെ ഫാമിലിയിൽ തന്നെയുള്ള ക്ലോസ് റിലേഷൻഷിപ്പിലുള്ള ഒരു വ്യക്തിയാണ് എങ്കിൽ തിരിച്ചറിയാൻ നമുക്ക് പലപ്പോഴും സാധിക്കാതെ വരാറുണ്ട്. പലപ്പോഴും അവരുടെ ഒരു ബിഹേവിയറും നമ്മളോടുള്ള പെരുമാറ്റവും ഒക്കെ നമ്മളോടുള്ള കരുതലും സ്നേഹവും ഒക്കെ ആയിട്ട് നമ്മൾ തെറ്റിദ്ധരിക്കപ്പെടുകയാണ് പൊതുവില് സംഭവിക്കുന്നത്. എന്നാൽ വളരെ സൂക്ഷ്മമായിട്ട് അവരുടെ പ്രവൃത്തികളും സംസാരവും ഒക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മളിലെ എനർജി അല്ലെങ്കിൽ ഊർജത്തെ പൂർണ്ണമായും നശിപ്പിച്ച് കളയുന്ന രീതിയിലുള്ള പെരുമാറ്റവും സംസാര രീതിയും ഒക്കെ ആയിരിക്കും. ഇക്കൂട്ടരെ നമുക്ക് എങ്ങനെ തിരിച്ചറിയാം? അതില് ഏറ്റവും പ്രധാനപ്പെട്ടത് ആയിട്ടുള്ള ഒരു സൈൻ എന്ന് പറയുന്നത് ദ സൈലന്റ് എനർജി ഷിഫ്റ്റ്. അതായത് നമ്മൾ നല്ല എനർജറ്റിക് ആയും ഹാപ്പി ആയിട്ടും ഒക്കെ ഇരിക്കുന്ന ഒരു മൊമെന്റില് ഇങ്ങനെയുള്ള വ്യക്തികൾ നമ്മളോട് വന്ന് സംസാരിച്ചു കഴിയുമ്പോൾ അല്ലെങ്കിൽ ആ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ആകെ ഇറിറ്റേഷൻ ഫീൽ ചെയ്യും. നമ്മളുടെ മൂഡെല്ലാം ആകെ ഡൗൺ ആയെന്ന് ഫീൽ ചെയ്യും. നമുക്ക് ആകെ ഒരു ബുദ്ധിമുട്ടും അസ്വസ്ഥതയും അതോടൊപ്പം ടയർഡ്നെസ്, ആകെ ക്ഷീണവും എല്ലാം തന്നെ ഫീൽ ചെയ്യുന്നു എന്നുള്ളതിന്റെ അർത്ഥം ആ വ്യക്തി നമ്മളുടെ എനർജി ഡ്രെയിൻ ചെയ്യുന്ന ആളാണ് എന്നുള്ളതാണ്. ദ മൈക്രോ അറ്റാക്ക്. ഇത്തരത്തിലുള്ള വ്യക്തികൾ ചെറിയ ചെറിയ രീതിയിൽ നമ്മളെ അറ്റാക്ക് ചെയ്യും. പക്ഷേ അത് തിരിച്ചറിയാൻ അല്പം പ്രയാസമായിരിക്കും. ചിലപ്പോൾ ചെറിയ ചെറിയ ഉപദേശങ്ങളിലൂടെ ആവാം. ഇനി അതുമല്ല എങ്കിൽ ചെറിയ തമാശ രൂപേണയായിരിക്കും. പക്ഷേ അത് കറക്റ്റ് ആയിട്ട് നമുക്ക് കൊള്ളും, അല്ലെങ്കിൽ നമ്മളുടെ ഹൃദയത്തിന് നല്ല മുറിവേൽപ്പിക്കാൻ പാകത്തിലുള്ള ചില തമാശകളും അല്ലെങ്കിൽ ഉപദേശങ്ങളും ഒക്കെ ആയിരിക്കും ഇക്കൂട്ടർ തരുന്നത്. പൊതുവെ പുറത്തുനിന്ന് മറ്റൊരു വ്യക്തി നോക്കുമ്പോൾ അത് മനസ്സിലാക്കി എടുക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ടായിരിക്കും. അതോടൊപ്പം തന്നെ നമ്മൾ എന്തെങ്കിലും നമ്മളുടെ സ്വപ്നങ്ങളെ കുറിച്ച് പറയുമ്പോൾ, നേട്ടങ്ങളെ കുറിച്ചും ഒക്കെ പറയുമ്പോൾ ഒരു സർക്കാസ്റ്റിക് ആയിട്ടുള്ള ഒരു സ്മൈൽ ആയിരിക്കും ഇവരുടെ മുഖത്ത് കാണുന്നത്. അതോടൊപ്പം തന്നെ ഇവരുടെ ചെറിയ ചെറിയ ഉപദേശങ്ങൾ നമ്മളെ ആകെ തളർത്തി കളയുന്ന ഒന്നായിട്ട് മാറും. നമ്മളുടെ എന്തെങ്കിലും നേട്ടങ്ങളെ കുറിച്ചോ സ്വപ്നങ്ങളെ കുറിച്ചോ ഒക്കെ നമ്മൾ പറഞ്ഞു കഴിയുമ്പോൾ ഇവരുടെ ഭാഗത്ത് നിന്ന് നിന്നെ കൊണ്ട് ഇതൊക്കെ ചെയ്യാൻ സാധിക്കുമോ എന്നുള്ള രീതിയിൽ വളരെ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ചില അഡ്വൈസുകളും ചില വാക്കുകളും ഒക്കെ അവർ പറയും. അതിന് തൊട്ട് മുമ്പ് വരെ വളരെ കോൺഫിഡന്റോട് കൂടി എനിക്കെല്ലാം നേടാൻ സാധിക്കില്ല, എന്റെ സ്വപ്നങ്ങൾ നേടണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടിരുന്ന നമ്മള് ഇവരുടെ ഒരു സംസാരത്തിന് ശേഷം ആകെ ഒരു സെൽഫ് ഡൗട്ട്, എനിക്ക് സാധിക്കുമോ എന്നുള്ള ഒരു തരത്തിലേക്ക് മാറുകയാണ് എങ്കിൽ അവരൊക്കെ എനർജി ഡ്രെയിൻ ചെയ്യുന്ന വ്യക്തികളാണ്. ദ ഇമോഷണൽ ആംബുഷ്. എനർജി നമ്മളിൽ നിന്ന് ഡ്രെയിൻ ചെയ്ത് കളയുന്ന വ്യക്തികളുടെ ഏറ്റവും വലിയ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് അവർക്ക് എപ്പോഴാണോ ഒരു സഹായം ആവശ്യമുള്ളത്, അത് ചിലപ്പോൾ ഇമോഷണലി നമ്മൾ അവരെ ഒന്ന് സപ്പോർട്ട് ചെയ്യേണ്ടി വരുന്ന ഒരു സാഹചര്യമാവാം. ഇനി അതല്ലെങ്കിൽ ചില പ്രശ്നങ്ങൾ അവർ അകപ്പെടുമ്പോൾ ഒരു സൊല്യൂഷൻ പറയുന്നതിനൊക്കെ ഉള്ള ഒരു സിറ്റുവേഷൻസിലൊക്കെ അവർ നമ്മളോട് ചേർന്ന് നിൽക്കും, നമ്മളോട് അഭിപ്രായങ്ങൾ ചോദിക്കും, നമ്മളിൽ നിന്ന് ഒരു ആശ്വാസ വാക്കും അല്ലെങ്കിൽ അവർക്ക് കൂടുതൽ ഒരു മോട്ടിവേഷൻ കൊടുക്കാനും ഒക്കെ അവർ നമ്മളെ ആശ്രയിക്കും. നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മുടെ ഫാമിലിയിലെ നമ്മുടെ ഏറ്റവും അടുത്ത വ്യക്തിയാണല്ലോ എന്ന് കരുതി നല്ല നല്ല ഉപദേശങ്ങളും അല്ലെങ്കിൽ അവരുടെ ആ പ്രശ്ന പരിഹാരം കാണുന്നതിനൊക്കെ ആത്മാർത്ഥമായിട്ട് ശ്രമിക്കുകയും സഹായിക്കുകയും ഒക്കെ ചെയ്യും. പക്ഷേ നമ്മളുടെ ലൈഫിൽ എപ്പോഴെങ്കിലും ഒരു സഹായമോ ഒരു കൈത്താങ്ങോ ഒരു ആശ്വാസ വാക്കോ ആവശ്യമുള്ള സമയത്ത് ഇത്തരത്തിലുള്ളവരെ നമ്മൾ സമീപിക്കുമ്പോൾ അവരാകെ ബിസി ആയിരിക്കും, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണമൊക്കെ പറഞ്ഞ് നമ്മളിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയാണ് ചെയ്യുന്നത്. നമ്മളുടെ എനർജി ആകെ ഡ്രെയിൻ ചെയ്ത് കളഞ്ഞിട്ട് നമുക്കൊരാവശ്യം വരുമ്പോൾ നമ്മളെ സഹായിക്കാതിരിക്കുന്ന ഇത്തരത്തിലുള്ള വ്യക്തികൾ തീർച്ചയായും നമ്മളുടെ എനർജി ഡ്രെയിൻ ചെയ്ത് കളയുന്ന വാമ്പേഴ്സ് തന്നെയാണ്. ദ എൻവിയസ് സ്പിരിറ്റ്. നമ്മൾക്ക് എന്തെങ്കിലുമൊക്കെ നേട്ടങ്ങൾ നമ്മുടെ ലൈഫിൽ ഉണ്ടാകുമ്പോൾ ആകെ അസ്വസ്ഥരായിട്ട് കാണുന്നവരാണ് ഇക്കൂട്ടര്. നമ്മളൊരു അച്ചീവ്മെന്റ് ലൈഫിൽ നേടിക്കഴിയുമ്പോൾ മറ്റുള്ളവർ നമ്മളെ ആത്മാർത്ഥമായിട്ട് അഭിനന്ദിക്കുമ്പോൾ ആത്മാർത്ഥമായിട്ട് അഭിനന്ദിക്കാനായിട്ട് അല്പം മടി കാണിക്കുന്ന കൂട്ടരാണ് ഇത്തരത്തിലുള്ളവര്. അവരുടെ മുഖത്തേക്ക് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമ്മളുടെ ആ ഒരു അച്ചീവ്മെന്റിൽ ഒന്ന് ചിരിച്ച് നമ്മളെ അഭിനന്ദിക്കുന്ന ആ ഒരു മുഹൂർത്തം ഉണ്ടാകുന്നെങ്കിൽ പോലും അതിൽ പോലും ആകെ വലിഞ്ഞു മുറുകിയ ഒരു സിറ്റുവേഷൻ, ആകെ അൺകംഫോർട്ടബിൾ, അവരുടെ ആ ഒരു ചിരി പോലും കൃത്രിമമാണ് എന്ന് നമുക്ക് ഫീൽ ചെയ്യും. നമ്മളുടെ സ്വപ്നങ്ങൾ നമ്മൾ നേടാൻ ശ്രമിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു അച്ചീവ്മെന്റിലേക്കൊക്കെ നമ്മൾ നടന്നെടുക്കുമ്പോൾ ഇക്കൂട്ടർ ആകെ അസ്വസ്ഥരായിരിക്കും. എങ്ങനെയെങ്കിലും ഒക്കെ ചെറിയ ചെറിയ കാര്യങ്ങൾ പറഞ്ഞ് നമ്മളെ പിന്തിരിപ്പിക്കാനും നമ്മളെ ചെറുതാക്കി കാണിക്കാനും കിട്ടുന്ന ഒരവസരവും ഇവർ പാഴാക്കില്ല.
മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ലൈഫിൽ വിജയിക്കുന്നു അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യങ്ങൾ ചെയ്ത് മുമ്പോട്ട് പോകുന്ന കാണുമ്പോൾ ഇവര് നമ്മളെ കോപ്പി ചെയ്യാനായിട്ട് ശ്രമിക്കും. നമ്മളുടെ ചില ശീലങ്ങൾ അനുകരിക്കാൻ ശ്രമിക്കും. അല്ലെങ്കിൽ നമ്മൾ ലൈഫിൽ നേടാനായിട്ട് ഓരോ കാര്യങ്ങളിലേക്ക് ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതേ പാത്ത് അവരും ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കും. ഇതെല്ലാം തന്നെ നമ്മൾ ഒരു തരത്തിൽ ഉയരരുത് എന്നും അവർക്ക് നമ്മളെക്കാൾ മേലെ നിൽക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയായിരിക്കും. എപ്പോഴും നമ്മളോട് ഉള്ളിൽ ഒരു അസൂയ ഇക്കൂട്ടര് വെച്ച് പുലർത്താറുണ്ട്. ദ സബോട്ടേജ് പാറ്റേൺ. എനർജി വാമ്പയേഴ്സിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്വഭാവം എന്ന് പറയുന്നത് നമ്മളെ എങ്ങനെ നശിപ്പിക്കാം എന്നുള്ളതാണ് ഇവരുടെ ഏറ്റവും വലിയ ഒരു എയിം എന്ന് പറയുന്നത്. അത് പലപ്പോഴും നമ്മുടെ ഫാമിലിയിൽ നമുക്ക് ഏറ്റവും അടുത്ത വ്യക്തികളാണ് എങ്കിൽ നല്ല നല്ല ഉപദേശമാണെന്ന് തോന്നുന്ന രീതിയിൽ പറയുന്ന ചില കാര്യങ്ങളുണ്ട്. പക്ഷേ അത് നമ്മളുടെ ഉള്ളിൽ ഭയവും സംശയവും ആകെ നിരാശയും ഒക്കെ നിറയ്ക്കുന്ന തരത്തിലുള്ള അല്ലെങ്കിൽ അതിനെയുമെല്ലാം പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിൽ റാപ്പ് ചെയ്ത തരത്തിലുള്ള ഉപദേശങ്ങളായിരിക്കും. ഒരിക്കലും പുറമേ നിന്ന് നോക്കുന്ന ഒരു വ്യക്തിക്കോ ഒറ്റയടിക്ക് നമ്മളൊന്ന് പൊതുവിൽ നോക്കിയാലോ നമുക്ക് ആ ഒരു കാര്യങ്ങളൊന്നും മനസ്സിലാക്കാൻ സാധിക്കില്ല. പക്ഷെ അതിന്റെ ഡീപ്പായിട്ട് നമ്മളൊന്ന് ചിന്തിക്കുമ്പോൾ മനസ്സിലാവും ഇക്കൂട്ടര് ഉപദേശിക്കാൻ ശ്രമിക്കുന്നത് നമ്മളുടെ പുരോഗതി അല്ലെങ്കിൽ വളർച്ചയെ തടസ്സപ്പെടുത്തുക എന്നുള്ളതാണ്. നമ്മൾ നമ്മളുടെ സ്വപ്നങ്ങളെ കുറിച്ചൊന്ന് ഇവരോടൊന്ന് ഷെയർ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അത് കൊള്ളരുതാത്ത തരത്തിലുള്ള സ്വപ്നങ്ങളാണ് എന്നും അല്ലെങ്കിൽ ആ വഴി പോയവരാരും ലൈഫിൽ വിജയിച്ചിട്ടില്ല എന്നും ഇതൊക്കെ നിന്റെ വെറും തോന്നലുകളാണെന്നും ഇതൊന്നും തന്നെ നിന്നെ കൊണ്ട് ചെയ്യാൻ സാധിക്കില്ല എന്നുള്ള തരത്തിലുള്ള ചെറിയ ചെറിയ മുറിപ്പെടുത്തുന്ന ഓർമ്മപ്പെടുത്തുകൾ ഇവരുടെ ഉപദേശത്തില് പ്രതിഫലിച്ചു നിൽക്കുന്നത് ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും. അതുകൊണ്ട് തന്നെ നമ്മളുടെ ഊർജം ചോർത്തിക്കളയുന്ന, നമ്മളുടെ പുരോഗതിക്ക് തടസ്സം നിൽക്കുന്ന, നമ്മുടെ കഴിവുകളിൽ നമുക്ക് തന്നെ സംശയം ക്രിയേറ്റ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ഇത്തരത്തിലുള്ള ആൾക്കാരെ നമ്മുടെ ലൈഫിൽ നിന്ന് കുറച്ച് അകറ്റി നിർത്തുന്നതാണ് എപ്പോഴും നല്ലത്. പ്രത്യേകിച്ചും നമ്മുടെ ഏറ്റവും അടുത്ത ഒരു റിലേഷൻഷിപ്പിലുള്ള വ്യക്തികളാണ് എങ്കിൽ ആ റിലേഷൻഷിപ്പ് ബ്രേക്ക് ആകാതെ നോക്കുന്നതിനോടൊപ്പം തന്നെ കൃത്യമായ ബൗണ്ടറീസ് സെറ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മളുടെ എയിമും ഡ്രീംസും പ്ലാനും ഒന്നും ഇവരോട് കഴിവതും ഷെയർ ചെയ്യാതിരിക്കുന്നതാണ് നമ്മുടെ ലൈഫിന്റെ പുരോഗതിക്ക് ഏറ്റവും നല്ലത്.